നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് സപ്പോർട്ട് വെക്ടർ മെഷീൻ യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. സപ്പോർട്ട് വെക്ടർ മെഷീനിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലം ചെയ്യാം, അതുപോലെ തന്നെ റിഗ്രഷൻ ടൈപ്പ് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ SVM വെച്ചിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്, ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ടും SVM യൂസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലത്തിനാണ് അല്ലേ. അപ്പം SVM നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ സെറ്റ് വന്നിട്ടുണ്ട്, herd.csv, അതായത് ഹേർഡ് പേഷ്യന്റിനെ കണ്ടുപിടിക്കുക. അതായത് ഹേർഡ് പേഷ്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫീച്ചേഴ്സും ഹേർഡ് ഡിസീസസ് ഇല്ലാത്ത കുറച്ച് ആളുകളുടെ ഫീച്ചേഴ്സും കൂടിയിട്ടാണ് നമ്മൾ സിസ്റ്റത്തിനെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹേർഡ് ഡിസീസ് വന്ന ആൾക്കാരുടെ കുറച്ച് ഫീച്ചേഴ്സ് ഉള്ള ഡാറ്റയും ഹേർഡ് ഡിസീസ് ഇല്ലാത്ത ആളുകളുടെ കുറച്ച് ഫീച്ചേഴ്സും കൂടിയിട്ടാണ് മെഷീനെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്, ഒരു പാസ്റ്റ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഹെഡ് ഡിസീസ് വരാൻ കാരണമാകുന്ന ഏജ്, സെക്സ്, ചെസ്റ്റ് പ്രഷർ, പിന്നെ കൊളസ്ട്രോള്, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് നമ്മൾ ഇത് നോക്കിയിട്ട് എന്ത് പ്രെഡിക്റ്റ് ചെയ്യും. ഇവിടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഹെഡ് ഡിസീസ് ഉണ്ടോ, ഹെഡ് ഡിസീസ് ഇല്ലയോ. അപ്പം ഇങ്ങനെ കൊളസ്ട്രോൾ ലെവലും ചെസ്റ്റ് പ്രഷറും ഒക്കെ നോക്കിയിട്ട് ആ ഒരു വ്യക്തിക്ക് ഹെഡ് ഡിസീസ് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടായിട്ട് ഇല്ലയോ. ഇപ്പം ഇല്ലാത്ത ആളുകളുടെ ഫീച്ചേഴ്സ്, ഉള്ളവരുടെ ചെസ്റ്റ് പ്രഷർ, ഇല്ലാത്ത ആൾക്കാരുടെ കൊളസ്ട്രോൾ ലെവൽ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിസ്റ്റം പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഡാറ്റ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഈ ഒരു ഡാറ്റ നമുക്ക് CSV ഫോർമാറ്റിലാണ് കിട്ടിയിരിക്കുന്നത്, കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആണ്. ഓക്കെ, നമുക്ക് ഇനി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യും. കൂടെ നമുക്ക് ഞാൻ ഫസ്റ്റ് പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്, കാരണം നമുക്ക് ഡാറ്റേനെ ഒന്ന് അനലൈസ് ചെയ്യണം അല്ലേ. ആദ്യം നമ്മുടെ ഡാറ്റേനെ റീഡ് ചെയ്തെടുക്കും. റണ്ണിങ്ങിലാണത്, ഇത് റണ്ണായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡാറ്റേനെ റീഡ് ചെയ്തെടുക്കണം. herd.csv എന്നുള്ള ഫയൽ കൂടെ റീഡ് ആയിട്ടുണ്ട്. ഇത് ഡാറ്റ ഫ്രെയിമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു, pd.read.csv യൂസ് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് 5 റോസ് നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ്. df.head ഫസ്റ്റ് 5 റോസ് പ്രിന്റ് ആയി. ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ്. ഓക്കെ, ഇതിലെ ടാർഗറ്റ് ഇതാണ് നമ്മുടെ y. ഈ ഏജ് ടു ഇവിടം വരെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ഒരു ഹെഡ് ഡിസീസ് വരാനുള്ള കാരണങ്ങളാകുന്ന കുറെ ഫീച്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെന്റ് അനുസരിച്ച് ആൾക്ക് ഹെഡ് ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡാറ്റ സെറ്റ് ആണ് നമ്മളോട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെയിൽ മീൻസ് എന്താ, ലാസ്റ്റ് എന്ന് 5 റോസ്, df.tail ഫംഗ്ഷൻ ലാസ്റ്റ് എന്ന് 5 റോസ്. അപ്പോൾ ഇതൊരു ക്ലീൻഡ് ഡാറ്റയാണ്, ഇതിൽ പ്രത്യേകിച്ച് മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും ഇല്ല. നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ നമ്മൾ കുറേ പ്രോസസ്സിങ് ചെയ്തായിരുന്നു. ഇതൊരു ക്ലീൻഡ് ഡാറ്റയാണ്, നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ പ്രീ പ്രോസസ്സിംഗ് ഒന്നും ഇതിൽ ചെയ്യാനില്ല. ഡാറ്റ ക്ലീൻഡ് ആയതുകൊണ്ട് തന്നെ, ക്ലീൻഡ് ഡാറ്റ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് എക്സും വൈയും ആയിട്ട് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഡാറ്റ പാസ് ചെയ്യണമല്ലോ മോഡലിലേക്ക്. അപ്പം അതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇത്രയും ഫീച്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യണം. എക്സ് എന്ന് പറഞ്ഞിട്ട് ടാർഗറ്റിനെ വൈ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് നമ്മൾ iloc എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. നമുക്ക് പല രീതിയിൽ ചെയ്യാം. നേരത്തെ നമ്മൾ വേറൊരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ iloc എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. iloc എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം എത്ര കോളം വേണം, ദെൻ കോമ എത്ര റോ വേണം ഫസ്റ്റ്, ദെൻ കോമ എത്ര കോളം വേണം. ഈ കോളന് മുമ്പ് ഒരു വാല്യൂ ആഡ് ചെയ്താൽ മീൻസ് സ്റ്റാർട്ടിങ് എവിടം തൊട്ട് റോ സ്റ്റാർട്ട് ചെയ്യണം, ദെൻ കോളത്തിന് ശേഷം ഒരു വാല്യൂ കൊടുത്താൽ എവിടം വരെ എടുക്കണം, അതായത് എൻഡിങ്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇവിടെ മെൻഷൻ ചെയ്യും. ഓക്കെ, അതുപോലെ കോമ കഴിഞ്ഞിട്ടുള്ള കോളത്തിന്റെ ഫസ്റ്റ് കോളൻ കൊടുത്തിട്ടുള്ളതിന്റെ ഫസ്റ്റ് വരുന്ന വാല്യൂ സ്റ്റാർട്ടിങ്ങും ഇത് എൻഡിങ്ങും ആണ്. കോളത്തിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ iloc ഇവിടെ എക്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് df.iloc സ്പ്ലിറ്റ് ചെയ്യുക, എവിടെ തൊട്ട് ഫുൾ റോ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സില് ഫുൾ റോസ് നമുക്ക് വേണം. കോളം പക്ഷെ നമുക്ക് എത്ര വരെ മതി, 13 വരെ മതി. 14 കോളംസ് ഉണ്ട് മൊത്തത്തിൽ, അതിൽ ഇവിടം വരെയുള്ള കോളംസ് നമുക്ക് മതി. ഈ ഒരു കോളം ഇത്രയും വരെയുള്ള കോളം മതി. ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞ കോളം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ 13 അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ് 0 to 13 വരെയുള്ള കോളംസ് മതി. സ്റ്റാർട്ടിങ് വാല്യൂ നമ്മളോട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല കോളത്തിന്റെ. അതായത് കോളം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തൊട്ട്